മാളു, എന്താ എന്തു പറ്റി? എന്താ നീ ആലോചിക്കുന്നത്? ഒന്നുമില്ല അച്ഛാ. അഡ്വക്കേറ്റിനെ കാണാൻ പോണൂന്ന് പറഞ്ഞു പോയിട്ട് വന്നിടം മുതൽ അവൾ ഒരേ ഇരിപ്പാ മുരളിയേട്ടാ. ഞാൻ ചോദിച്ചിട്ട് കാര്യം എന്താന്നും പറയുന്നുമില്ല. എന്താ മാളു, വല്ല കോംപ്ലിക്കേഷനും ഉണ്ടോ? ഒന്നുമില്ല അച്ഛാ. പിന്നെന്താ നിന്റെ പ്രശ്നം? നീ എന്തെങ്കിലും ഡള്ളായിരിക്കുന്നത്? ഒന്നുമില്ല. അഡ്വക്കേറ്റ് എന്താ പറയുന്നത്? മ്യൂച്വൽ എഗ്രിമെന്റ് പിരിയാൻ ജോബിൻ തയ്യാറല്ലേ? തയ്യാറൊക്കെയാ, പക്ഷെ പെറ്റീഷൻ സൈൻ ചെയ്യുന്നതിന് മുൻപ് ഡോക്ടർക്ക് എന്നെ നേരിട്ട് കാണണമെന്നാ പറയുന്നത്. എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നെ കണ്ട് സംസാരിച്ചിട്ടേ പെറ്റീഷനിൽ സൈൻ ചെയ്യാൻ ഡോക്ടർ തയ്യാറാവുന്ന അഡ്വക്കേറ്റ് പറഞ്ഞത്. ഇനിയിപ്പോ അതിന്റെ പേരിലൊരു താമസം വേണ്ടല്ലോ എന്ന് കരുതി ഞാനിന്ന് വക്കീലിനോട് ഡോക്ടറിനെ നേരിട്ട് കാണാൻ സമ്മതം അറിയിച്ചിരുന്നു. എന്നിട്ട് നിങ്ങൾ തമ്മിൽ കണ്ടോ? ഇല്ല, അഡ്വക്കേറ്റ് വിളിച്ചിട്ട് ഡോക്ടർ ഫോൺ എടുത്തില്ല. എങ്കിൽ സംശയിക്കണ്ട, നീ അതിന് വില്ലിംഗ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ അയാൾ ഫോൺ എടുക്കാതിരുന്നത്. എന്നാലല്ലേ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റും. മാളു, ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? ശരിക്കും നീ ജോബിനുമായിട്ട് ഡിവോഴ്സ് ഉദ്ദേശിക്കുന്നുണ്ടോ? അതോ ഒരു കോംപ്രമൈസ് ആണോ നിനക്കും താല്പര്യം? എന്താ അച്ഛൻ അങ്ങനെ ചോദിച്ചത്? നിന്റെ തീരുമാനത്തിൽ വല്ല മാറ്റം ഉണ്ടോന്ന് അറിയാൻ ചോദിച്ചതാ. എന്റെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ അഡ്വക്കേറ്റിനെ കണ്ട് കേസ് പ്രൊസീഡ് ചെയ്യാൻ പറയില്ലായിരുന്നല്ലോ. അഥവാ ഡോക്ടർ സൈൻ ചെയ്തില്ലെങ്കിൽ കൂടി ലീഗലി മൂവ് ചെയ്യാൻ ഹിമ മാഡത്തിനോട് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പോ ജോബിനുമായിട്ട് നീ ഇനി ഒരു കൂടിക്കാഴ്ചക്ക് തയ്യാറല്ലെന്നാണോ? ഇനി അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അച്ഛാ. എന്തായാലും അഡ്വക്കേറ്റ് ഒന്നുകൂടി ഡോക്ടറെ കണ്ട് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വില്ലിംഗ് ആണെങ്കിൽ വന്ന് സൈൻ ചെയ്യട്ടെ. ഔട്ട് ഓഫ് ദി കോർട്ട് സെറ്റിൽ ചെയ്യാലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പവും വിപിയും പറയുന്നത് ഇതൊക്കെ മാളു ജോബിനെ തിരുത്താൻ വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണെന്നാ. പക്ഷെ മാളുവിന്റെ പറച്ചിൽ കേട്ടിട്ട് അവൾ ശരിക്കും ഡിവോഴ്സാണ് ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു. എന്താ ശ്രുതി, തനിക്കും അങ്ങനെയല്ലേ തോന്നുന്നേ? അതെ, അവള് സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞത്. ചിലപ്പോ അപ്പവും വിപിയേട്ടനും പറഞ്ഞത് അവരുടെ ഒരു കണക്കൂട്ടലായിരിക്കും. ഇവൾ ഇത്ര സീരിയസ് ആണെന്ന് അവര് ചിലപ്പോ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഓ ഈശ്വരാ, ഇതൊക്കെ എന്താവോ എന്തോ. എന്തായാലും വരട്ടെ. എന്താ ഇനി ജോബിന്റെ സ്റ്റാൻഡ് എന്നുകൂടി അറിയണം. ഏതായാലും ഞാൻ മാളുവിന്റെ അഡ്വക്കേറ്റിനെ നേരിട്ടൊന്ന് കാണുന്നുണ്ട്. അവരെ കണ്ടാലേ യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ എന്താണെന്ന് അറിയാൻ പറ്റും. ഹലോ, നീ വിളിച്ചിരുന്നോ അപ്പു? അതെ, വിളിച്ചിരുന്നു. ഞാൻ വിചാരിച്ചു എന്റെ കോള് കണ്ടിട്ട് നീ മനഃപൂർവ്വം എടുക്കാതിരുന്നേന്നു. അതെന്താണ് ഞാൻ അങ്ങനെ ചെയ്യുന്നേ? എങ്കിൽ പിന്നെ എനിക്കിപ്പോ നിന്നെ തിരിച്ചു വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. പറ, എന്താ നീ വിളിച്ചേ? ഡേസി ആന്റിയുടെ കാര്യം വല്ലതും അറിഞ്ഞായിരുന്നോ നീ? ഇല്ല. ആന്റിക്ക് എന്ത് പറ്റി? ആന്റിക്ക് തീരെ സുഖമില്ല. നല്ല കഫും കോൾഡും ഒക്കെയാ. ഞാനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു. അവിടെ അഡ്മിറ്റ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞതാ. പക്ഷേ ആന്റിയുടെ നിർബന്ധം കാരണം തിരിച്ചു പോകുന്നത്. ആന്റിക്ക് അത്രയ്ക്ക് വയ്യാതായോ അപ്പോ? ഡോക്ടർ അറിഞ്ഞില്ലേ ഇതൊന്നും? ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി മെഡിക്കൽ സ്റ്റോറിൽ വെച്ച് ഡോക്ടറെ കണ്ടിരുന്നു. പക്ഷെ ആന്റി ഇപ്പോഴും ഡോക്ടറായിട്ട് കട്ടക്കലിപ്പി തന്നെയാ. നീ പോവാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് അറിയിച്ചെന്നേ ഉള്ളൂ. എനിക്ക് ആന്റിയെ പോയെന്ന് കാണുന്നുണ്ട്. ഓ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അഥവാ ഇനി പോകുന്നുണ്ടെങ്കിൽ തന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ നിന്നെ കണ്ട ആന്റി അതും ഇതും പറഞ്ഞ് വെറുതെ മനസ്സ് വിഷമിപ്പിക്കും. എനിക്കതറിയാം അപ്പോ. ഞാൻ പോകുന്നില്ല. അല്ല, ഞാൻ വിളിച്ചത് അതിനൊന്നും അല്ല, വേറൊരു കാര്യത്തിനാ. കൂട്ടത്തിൽ ആന്റിയുടെ കാര്യം പറഞ്ഞേ ഉള്ളൂ. എന്താ അപ്പോ? എന്താ കാര്യം? അല്ല, നമ്മൾ തമ്മിലൊരു ഡീൽ ഉണ്ടായിരുന്നല്ലോ, അതിന്റെ മറുപടി ഒന്നും എനിക്ക് കിട്ടിയില്ല. എന്തായി? എന്താ ഡീൽ? എന്താണെന്ന് നിനക്ക് ഓർമ്മയില്ലേ മാളു?
2 ദിവസം വിളിക്കാതിരുന്നപ്പോ നീ വിചാരിച്ചു കാണും ഞാൻ അങ്ങ് മറന്നു അല്ലേ? മറന്നിട്ടൊന്നുമല്ല, നിനക്ക് നന്നായിട്ടൊന്ന് ആലോചിക്കാൻ സമയം തന്നതാ ഞാൻ. എന്നിട്ട് എന്തായി, ഒരു തീരുമാനത്തിലെത്തിയോ നീ? അപ്പോ ഞാനത് സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നാണോ? ഇറ്റ്സ് ഓക്കെ. എങ്കിൽ ഒരു കാര്യം ചെയ്യണം. എന്റെ പേര് പറഞ്ഞുകൊണ്ട് നിന്റെ വീട്ടുകാരുടെ മുമ്പിലുള്ള ഈ ഒളിച്ചുകളിയുണ്ടല്ലോ, അതങ്ങ് അവസാനിപ്പിച്ചേക്കണം. അതല്ല, മുരളി അങ്കിളിനോടും അശ്വതി ആന്റിയോടും നീ പറഞ്ഞത് സിൻസിയർ ആയിട്ടാണെങ്കിൽ നീ അത് എന്നോട് സമ്മതിക്കണം. എന്തു പറയുന്നു? 1 ദിവസത്തെ സമയം കൂടി ഞാൻ നിനക്ക് തരും. അതിനുള്ളിൽ ക്ലിയർ ആയിട്ടൊരു ആൻസർ എനിക്ക് കിട്ടിയിരിക്കണം. കേട്ടല്ലോ? അപ്പോ നോ. എനിക്ക് വേണ്ടത് ഒരു യെസ് ഓർ നോ ആണ്. അത് നന്നായിട്ട് ആലോചിച്ച് നീ നാളെ പറഞ്ഞാൽ മതി. ഗുഡ് നൈറ്റ്. ആ, നീ കിടന്നില്ലായിരുന്നോ? എന്താ അപ്പു, കുടിക്കാൻ എന്തെങ്കിലും വേണോ? ഏയ് ഇല്ലമ്മേ. വീപ്പ എപ്പോഴാ വന്നേ? എന്താ ലേറ്റായേ? കുറച്ചു നേരമായി. ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി എന്തോ പർച്ചേസ് ചെയ്യാൻ അരവിന്ദിന്റെ കൂടെ കൊല്ലം വരെ പോയതാ അത്രേ. വീപ്പി കിടന്നോ? ഇല്ല, വരാന്തയിലുണ്ട്. ആ, എന്തായാലും അതൊക്കെ കിട്ടിയിട്ടുണ്ട്. നാളെ തന്നെ താൻ അതിൻ്റെ കോപ്പി എടുത്തിട്ട് എല്ലാ ബാച്ചിലെയും സ്റ്റുഡൻസിനെ ഏൽപ്പിക്കണം. കിട്ടിയില്ല എന്ന് ആരും പരാതി പറയാൻ ഇടവരരുത്. ആ ശരി. ഇയാൾ നേരത്തെ കിടന്നതാണല്ലോ അമ്മ പറഞ്ഞത്. എന്തു പറ്റി? വീപ്പി തിരക്കിലാണോ? അല്ല. എന്താ അപ്പു? എനിക്ക് വീപ്പിയോട് അല്പം സംസാരിക്കാനുണ്ടായിരുന്നു. പറഞ്ഞോ. ഞാൻ ഇന്നലെ മുരളിയങ്കിളിനെ കണ്ടിരുന്നു. അക്കാര്യം രാവിലെ എൻ്റെ അടുത്ത് മുരളി പറഞ്ഞിരുന്നു. അപ്പൂന് എന്തൊക്കെ പ്ലാൻ ഉണ്ടെന്ന്. അത് പ്രാവർത്തികമാക്കാനുള്ള ശ്രമത്തിലാണ് താനെന്ന് മുരളി പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ഇങ്ങനൊരു കാര്യം നീയായിട്ട് എന്നോട് പറഞ്ഞില്ലെന്ന് ഞാൻ ഓർക്കുകയും ചെയ്തു. വീപ്പിയേക്കാൾ അത് ആദ്യം പറയേണ്ടത് മുരളിയങ്കിളിനോടാണെന്ന് തോന്നി. മാളുവിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യാനാണ് നീ ഉദ്ദേശിക്കുന്നത്? എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ മാളുവിന്റെ കാര്യം നല്ല രീതിയിലൊരു സെറ്റിൽമെന്റിൽ എത്തണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. നല്ല രീതിയിലൊരു സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ജോബിനുമായിട്ടൊരു സെപ്പറേഷൻ ആണോ, അതോ ഒരു റീയൂണിയനോ? ഏതായാലും സെപ്പറേഷൻ അല്ല, റീയൂണിയനാ. അത് മാള് പോലും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാ സത്യം. അപ്പോൾ നീ എന്താ ഉദ്ദേശിക്കുന്നത്? സെപ്പറേഷൻ ആഗ്രഹിക്കാനായിട്ടാണോ മാളു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത്? ഇങ്ങനൊരു പെറ്റീഷൻ അവള് ഫയൽ ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അതൊക്കെ അവളുടെ വെറും പ്രഹസനാ വീപ്പി. പ്രഹസനോ എന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറയാ പോ. അതെ വീപ്പി, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജോബിനോടുള്ള സ്നേഹത്തിന് മാളുവിന്റെ മനസ്സിൽ ഒരു മാറ്റമില്ല. ജോബിനെ പിരിഞ്ഞ് അവള് മറ്റൊരു ലൈഫിനെ കുറിച്ച് ആലോചിക്കുന്ന പോലുമില്ല. പക്ഷെ അപ്പു, മാളു, അശ്വതിയും മുരളിയും ഇങ്ങനൊരു നിലപാടിലല്ലല്ലോ. എത്രയും പെട്ടെന്ന് ഒരു ഡിവോഴ്സിനെ കുറിച്ചാ ഇപ്പോഴും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ നിന്നോട് ഷെയർ ചെയ്തിട്ടുള്ളതല്ലേ? അതൊക്കെ ശരിയമ്മേ, ഞാനും സമ്മതിക്കുന്നു. പക്ഷേ ഡോക്ടറെ കൈയൊഴിയാൻ മാളു ഒരിക്കലും തയ്യാറാവില്ല. ഞാനിത് ഇത്രയ്ക്ക് അങ്ങോട്ട് ഉറപ്പിച്ചു പറയാൻ കാരണം മാളു ആരാണെന്നും അവളുടെ മനസ്സ് എന്താണെന്നും കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട്. എങ്കിൽ പറയാപ്പോ, അവൾ പിന്നെ എന്തിനാ ഡിവോഴ്സിന് ഇത്രയും തിരക്ക് കൂട്ടി കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത്? അത് എന്തിനു വേണ്ടിയാന്ന് എനിക്കറിയാം. പക്ഷേ അതിന്റെ കാര്യമോ കാരണമോ ഒന്നും നിങ്ങളോട് വെളിപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. അതിന്റെ സമയവും സന്ദർഭം വരുമ്പോൾ ഞാൻ തന്നെ അതെല്ലാവരും ബോധ്യപ്പെടുത്താം. ഞാനിപ്പോൾ ഇവിടെ പറയാമെന്ന് ഇതൊന്നുമല്ല. മാളുവിനെ ഡേസി ആന്റിയിലേക്കും ഡോക്ടറിലേക്കും മടക്കിക്കൊണ്ടുവരാൻ ഒരുപക്ഷെ എനിക്ക് ദുരൂഹമായ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടി വരും. നിങ്ങളെയൊക്കെ ചിലപ്പോൾ എൻ്റെ പ്രവൃത്തി എങ്ങനെ ബാധിക്കുമെന്ന് എനിക്കറിയില്ല. എങ്കിലും എനിക്ക് ആ ശ്രമങ്ങൾ തുടർന്നേ പറ്റൂ. അപ്പൊ വെറുതെ കാടും പടലും തല്ലാതെ കാര്യത്തിലേക്ക് വാ. മാളുവിന്റെ കാര്യത്തിൽ നീ എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്?
അതൊക്കെ സമയമാകുമ്പോൾ എല്ലാവരും അറിഞ്ഞാൽ മതി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അവരവരുടെ യുക്തിക്ക് കൺവിൻസിംഗ് ആയി തോന്നണമെന്നില്ല. കൂടുതൽ തെറ്റിലേക്കാണ് ഞാൻ മാളുവിനെ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ അതൊന്നും ആയിരിക്കില്ല ഇതിന്റെ എൻഡ് റിസൾട്ട്. മാളുവും ജോബിനും എങ്ങനെയാണ് സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിച്ചത്, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എനിക്ക് അവരെ തിരിച്ചുകൊണ്ട് എത്തിക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എൻ്റെ ആ ശ്രമങ്ങൾക്ക് എനിക്ക് അമ്മയുടെയും ബിപിയുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണം. എങ്ങനെയാണ്, എന്താണ് നീ മനസ്സിൽ കണ്ടേക്കുന്നതെന്നൊന്ന് തെളിച്ച് പറയപ്പോ പ്ലീസ്. ഞങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും. അമ്മ പേടിക്കണ്ട. എൻ്റെ ഈ തീരുമാനം കൊണ്ട് ആർക്കും ജയിലിലൊന്നും കയറേണ്ടി വരില്ല. മറ്റുള്ളവർക്ക് മുമ്പിൽ തലകുമ്പിട്ട് നിൽക്കാനുള്ള അവസരവും ഞാൻ ഉണ്ടാക്കില്ല. ഇത്രയും ഉറപ്പേ എനിക്കിപ്പോൾ തരാൻ പറ്റും. ആരാ ഈ നേരത്ത്? ചോക്കുട്ട, മിണ്ടല്ലേ. മമ്മിക്ക് എങ്ങനെയുണ്ട്? പൊള്ളുന്ന പനിയാ. മരുന്ന് കഴിച്ചിട്ടൊന്നും വലിയ കുറവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല മോനെ. കുറച്ചു മുമ്പ് അങ്ങോട്ട് കിടന്നതേ ഉള്ളൂ. മമ്മി വല്ലതും കഴിച്ചായിരുന്നോ? ഒന്നും വേണ്ടാന്ന് പറഞ്ഞതാ. ഞാൻ പിന്നെ നിർബന്ധിച്ച് കുറച്ച് കഞ്ഞി കൊടുത്തു. ഒരു 4-5 സ്പൂൺ കുടിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എന്നതാ മോനെ ചെയ്യുന്നേ? സാരമില്ല അമ്മച്ചി, ഞാൻ നോക്കിക്കോളാം. മമ്മി ഉറക്കമായോ? നല്ല ഉറക്കമാന്നാ തോന്നുന്നേ. ഞാനിപ്പോ നോക്കിയിട്ടിങ് വന്നതേ ഉള്ളൂ. എന്നാ സാരമില്ല, ഞാൻ മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഓ കർത്താവേ, തോണ. ഞാൻ ഒറ്റയ്ക്ക് എന്നാ ചെയ്യുമെന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കുകയായിരുന്നു. അമ്മച്ചി വാ. വാ. ഡേയ്സമ്മ എഴുന്നേറ്റായിരുന്നോ? ദാ കട്ടൻ കാപ്പി. ഇപ്പൊ എങ്ങനെയുണ്ട് ഡേയ്സമ്മ?
ഹാ, പനി കുറവുണ്ടല്ലോ. ഇന്നലത്തേന്റെ അത്രയും കടുത്ത ചൂടൊന്നും ഇല്ല ഇപ്പൊ. എങ്ങനെയുണ്ട്? ഇന്നലത്തെ പോലെ ക്ഷീണം തോന്നുന്നില്ല അമ്മച്ചി. എന്നാലും ആകെ ഒരു വയ്യായ്കയുണ്ട്. അത് പിന്നെ കാണത്തില്ലയോ? എന്നാ ചൂടായിരുന്നു ഇന്നലെ. നിന്റെ ദേഹത്ത് തൊടുമ്പോഴേ പുട്ടും കൊടുത്തിന് ആവി പിടിച്ച പോലെ അല്ലായിരുന്നു. അടുത്തു നിന്നാ പോലും പനിച്ചൂട് അറിയാമായിരുന്നു. എന്നാലും ഇന്നലത്തെ ഉറക്കമൊക്കെ സുഖമല്ലായിരുന്നോ? ആ, ഇന്നലെ കിടക്കുമ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഉറങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചതേ അല്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഞാൻ വല്ലാതെ അങ്ങ് ഉറങ്ങിപ്പോയി അമ്മച്ചി. ആ, അത് പിന്നെ അങ്ങനല്ലയോ? അതിനുള്ള മരുന്നല്ലയോ ഇന്നലെ രാത്രി കിട്ടിയത്? ഇന്നലെ രാത്രി വേറെന്ത് മരുന്ന് കിട്ടാനാ? ആ, ആ, രാത്രി കിടക്കാൻ നേരത്ത് കഴിച്ച മരുന്നിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ വേറെ ഏത് മരുന്ന്? ഇന്നലെ രാത്രി ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ അമ്മച്ചി? അയ്യോടി, ഇവിടെ ആര് വരാനാ? അത് കൊള്ളാം. ഞാനും നീ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. അല്ല, എന്നതാ നീ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല. അപ്പോ ഞാൻ സ്വപ്നം വലുതും കണ്ടതാവും. സ്വപ്നം? അതെ അമ്മച്ചി, ഞാൻ ഇന്നലെ അവനെ സ്വപ്നം കണ്ടു, ജോബിനെ. രാത്രിയിൽ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നതും എന്നെ തൊട്ടു നോക്കുന്നതും എനിക്ക് മരുന്നൊക്കെ എടുത്തു തരുന്നതും. ആഹാ, അപ്പൊ മോൻ അടുത്ത് വേണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടേ അല്ലേ ഡേസമ്മ? അങ്ങനാണെങ്കിൽ പറ, ഞാൻ ജോക്കുട്ടിനെ വിളിക്കാം. അത് വേണ്ട. സ്വപ്നത്തിലെങ്കിലും അവൻ എൻ്റെ അടുത്ത് വരാൻ തോന്നിയല്ലോ. സ്വപ്നത്തിലല്ലെങ്കിലും അവൻ നിന്റെ അടുത്ത് വന്നോളും. നീ ഒരു വാക്ക് പറഞ്ഞാ മതി. എന്നതാ, ഞാൻ വിളിക്കട്ടെ ഡേസമ്മ? വേണ്ട അമ്മച്ചി. സ്വപ്നത്തിൽ വന്നത് എന്റെ പഴയ ജോബിനായിരുന്നു. ഇപ്പൊ അവൻ അങ്ങനെയല്ലല്ലോ. എനിക്കെന്റെ പഴയ ജോബിനെ കണ്ടാ മതി. ജോക്കുട്ടിന്റെ കാറല്ലോ ഇത്? ഇന്നലെ അവൻ പോയില്ലേ? എടാ ജോക്കുട്ടാ, അല്ലേ നീ ഇന്നലെ വണ്ടിക്കകത്ത് തന്നെ അങ്ങ് ചുരുണ്ടുകൂടിയോ? എങ്കിൽ പിന്നെ നിനക്ക് എന്നെ വിളിച്ചൂടായിരുന്നോ? അകത്ത് കയറി കിടക്കായിരുന്നല്ലോ. അതിന്റെ ആവശ്യം വന്നില്ല അമ്മച്ചി. ഞാൻ ഇവിടെ അങ്ങ് കൂടി. അല്ല, മമ്മി എഴുന്നേറ്റോ? രാവിലെ എഴുന്നേറ്റു. ഞാനിപ്പോ ഡേസമ്മയെ നോക്കിയിട്ടല്ലേ വരുന്നേ. അവള് നല്ല ഉഷാറായിട്ടുണ്ട് ജോക്കുട്ട. നീ ഇന്നലെ കൊടുത്ത മരുന്നൊക്കെ ഏറ്റെന്നാ തോന്നുന്നേ. കേട്ടോടാ ജോക്കുട്ട, ഇന്നലെ നീ വന്നു നിന്നതും ഡേസമ്മയ്ക്ക് മരുന്ന് കൊടുത്തതും ഒക്കെ അവക്ക് പിടികിട്ടി.